എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും സ്വാഗതം. എൻ്റെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ പറയാൻ പോകുന്ന വിഷയം ബ്ലാക്ക് ഹോളിനെ കുറിച്ചാണ്. ബ്ലാക്ക് ഹോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഞാൻ ഈ കാര്യം മലയാളത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബ്ലാക്ക് ഹോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലാക്ക് ഹോൾ ഒരു സ്റ്റാറാണ്. അതായത് രണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴാണ് ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്നത്. അത് തമ്മിൽ കൂട്ടിയിടിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. രണ്ട് ഗ്രഹങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ അതിലൊരു ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു സംഭവം, ഒരു റീസണാണ്, ഒരു കാരണമാണ്. അതിന് രണ്ട് കാരണങ്ങളുമുണ്ട്. രണ്ട് ഉപഗ്രഹങ്ങളും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അതിന് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നതാണ്. ഈ വലിയൊരു പൊട്ടിത്തെറിയിലാണ് ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാകുന്നത്. ബ്ലാക്ക് ഹോളുകൾ കൂടുതൽ ഉണ്ടാകുമ്പോൾ കൂടുതൽ പ്ലാനറ്റുകൾ തമ്മിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് അതിനർത്ഥം. നമുക്കറിയാം, ഈ ലോകത്ത് ഇഷ്ടംമാതിരി ബ്ലാക്ക് ഹോൾസ് ഉണ്ടെന്ന്, ഇഷ്ടംമാതിരി പ്ലാനറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇഷ്ടംമാതിരി പ്ലാനറ്റ് ഉണ്ടെങ്കിൽ ഇഷ്ടംമാതിരി ബ്ലാക്ക് ഹോൾസും ഉണ്ടാകും. ഓരോ ബ്ലാക്ക് ഹോളുകളും തമ്മിലിടിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഗ്രഹങ്ങൾ തമ്മിലെടുക്കുമ്പോൾ അതിനുള്ള ബ്ലാക്ക് ഹോളുകളും അതിനനുസരിച്ച് തന്നെ ഉണ്ടാകും. അപ്പോൾ ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാകുന്നതിന് കൂടുതൽ കാരണം ഗ്രഹങ്ങൾ തമ്മിലിടിക്കുന്നത് കൊണ്ടാണ്. പിന്നെ വേറെ കാരണങ്ങളുമുണ്ട്. ഒരു ഗ്രഹം ഒരു സമയമായാൽ അത് വയസ്സാകും. മനുഷ്യന്മാർ വയസ്സാകുന്നു എന്ന് കേട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. പക്ഷേ എല്ലാത്തിനും അങ്ങനെ തന്നെ ആകാൻ സാധ്യതയില്ല. പക്ഷേ ഗ്രഹങ്ങൾക്ക് സാധ്യതയുണ്ട്. ഗ്രഹങ്ങൾ ഒരു പരിധിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാനറ്റ്, ഒരു ഗ്രഹം അത് നശിക്കാൻ സാധ്യതയുണ്ട്. അത് നശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ന്യൂട്രോൺ സ്റ്റാറായി മാറും. അത് വീണ്ടും തന്നെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു ബ്ലാക്ക് ഹോളായി മാറുകയാണ് ചെയ്യുക. ബ്ലാക്ക് ഹോളിൻ്റെ നടുവിലുള്ള പാർട്ടിക്കിൾ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. അതിൻ്റെ പേരാണ് അൺനോൺ പാർട്ടിക്കിൾ. അൺനോൺ പാർട്ടിക്കിൾ ഇതുവരെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. എങ്ങനെയാണ് ബ്ലാക്ക് ഹോൾ ഇല്ലാണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ചോദ്യം. അത് ഇല്ലാതാകുന്നതിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നത് സ്റ്റീഫൻ ഹോക്കിൻസിനാണ്. സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞു, രണ്ട് മിനി ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയാണെങ്കിൽ അതില്ലാണ്ടാകും. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അതിന് സ്റ്റീഫൻ ഹോക്കിൻസ് കണ്ടുപിടിച്ച ഒരു തിയറിയാണ്. പിന്നെ മിനി ബ്ലാക്ക് ഹോൾസിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ സമയത്തെ നിയന്ത്രിക്കുന്ന ഒരു യന്ത്രം ഉണ്ടാക്കാൻ സാധിക്കും. അതിനെ ഉപയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ അടുത്ത് നിൽക്കുമ്പോൾ സമയത്തെ കാണാൻ സാധിക്കും. യന്ത്രത്തിനെ ഉണ്ടാക്കാനും കഴിയും എന്ന് സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞത്, ഒരു പ്ലാനറ്റിൽ ഒരു ട്രെയിൻ, ഒരു തീവണ്ടി ഒരു ലൈറ്റ് ഇയേഴ്സ് വെളിച്ചത്തിൻ്റെ ഒരേ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഒരു ട്രെയിൻ ട്രാവലിംഗ് ആയിട്ടുള്ള സമയനിയന്ത്രിതമായൊരു അവസ്ഥക്ക് കാരണമാവും. അങ്ങനെ സമയത്തെ നിയന്ത്രിതമായ ഒരു അവസ്ഥക്ക് കാരണമായാൽ സമയത്തെ കാണാൻ കഴിയും. സമയത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതായത് നമുക്ക് ഭാവിയിലേക്ക്
സഞ്ചരിക്കാൻ കഴിയും. ഭാവിയിലേക്ക് സഞ്ചരിച്ച് ആ ഭാവിയിലേക്ക് നമുക്ക് നടക്കുന്ന കാര്യങ്ങൾ അറിയാനും അവിടെ വ്യത്യസ്തത വരുത്താനും കഴിയും. അങ്ങനെ ഒരു കാര്യമാണ് ബ്ലാക്ക് ഹോളിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ സംഭവിക്കുന്നത്. അതൊരു തിയറിയാണ്, പക്ഷേ അതത്ര വിദഗ്ധമായിട്ട് സംഭവിച്ചിട്ടില്ല. അത് തിയറിയാണ്, ചിലപ്പം അത് സംഭവിച്ച് കാണും, അല്ലെങ്കിൽ അത് തെളിയിക്കപ്പെടും. പിന്നെ ബ്ലാക്ക് ഹോൾസ്, മിനി ബ്ലാക്ക് ഹോളുകൾ രണ്ട് മിനി ബ്ലാക്ക് ഹോളുകൾ കൂട്ടിയിടിക്കുമ്പോഴാണ് മിനി ബ്ലാക്ക് ഹോൾസ്, അതായത് ബ്ലാക്ക് ഹോൾസ് നശിക്കുന്നത്. ബ്ലാക്ക് ഹോൾസിൻ്റെ ചുറ്റുമുള്ളത് എനർജി എക്സ്റേസ് ആണ്. എക്സ്റേ എനർജിയാണ് ഉപയോഗിക്കുന്നത്. എക്സ്റേ എനർജിയാണ് അതിൽ നിൽക്കുന്നത്. പിന്നെ ടൈം ട്രാവലിങ്ങിന് വേറെ ഉപയോഗിക്കുന്ന യന്ത്രം എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സ്പേസ് ഷിപ്പാണ്. സ്പേസ് ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഫ്ലൈറ്റ്, അത് ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ആകാശത്തിലേക്ക് പറക്കുമ്പോൾ പല സ്ഥലത്തും പോകുന്ന എയർപ്ലെയിനുകൾ ഉണ്ടാകാം. പക്ഷെ ബഹിരാകാശത്തൂടെ പോകുന്ന എയർപ്ലെയിൻ ഉണ്ടാകാം. പക്ഷേ സ്പേസ് ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ ഊർജവും കൂടുതൽ ശക്തിയിലും വേഗതയിലും പോകുന്ന ഒരു യന്ത്രം. ആ യന്ത്രം വെളിച്ചത്തിൻ്റെ സ്പീഡിലാകണമെന്നില്ല. ന്യൂട്രോൺ സ്റ്റാറിൻ്റെ ചുറ്റും വളരെ വേഗത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സമയന്ത്രിക സമയത്തെയും സമരസഞ്ചാരങ്ങൾക്കും കാരണമാകും. അങ്ങനെയും സമയത്തെ നമുക്ക് ഇഷ്ടമുള്ള വ്യത്യസ്തത വരുത്താൻ നമുക്കൊണ്ട് സാധിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു തിയറി. അങ്ങനെ സ്റ്റീഫൻ ഹോക്കിൻസ് ഇതുപോലത്തെ 2 തിയറികൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റീഫൻ ഹോക്കിൻസ് 2 തിയറി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. പിന്നെ അൺനോൺ പാർട്ടിക്കിൾസിനെ കുറിച്ച് കൂടുതൽ തിയറികൾ ആൽബർട്ട് ഐൻസ്റ്റീൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഹോളിൻ്റെ നടുവിൽ ഉണ്ടാവുന്ന അൺനോൺ പാർട്ടിക്കിൾ സത്യത്തിൽ അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം കണ്ടുപിടിച്ചില്ല. കാരണം ശാസ്ത്രം കണ്ടുപിടിക്കാത്തതിൻ്റെ കുഴപ്പമാണോ എന്നല്ല, ഇപ്പോഴത്തെ നിലവിലുള്ള ശാസ്ത്രത്തിൻ്റെ പുരോഗമനം വളരെ കുറവായതിനാലാണ് അത് തെളിയിക്കാൻ കഴിയാഞ്ഞത്. അത് ഐൻസ്റ്റീൻ തെളിയിക്കാൻ കഴിഞ്ഞതല്ല. ഐൻസ്റ്റീൻ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ശാസ്ത്രീയമായ തെളിവുകൾ അങ്ങനെ ലഭിച്ചിട്ടില്ല. ഐൻസ്റ്റീൻ്റെ തെളിവുകൾ പ്രകാരം ബ്ലാക്ക് ഹോളിൻ്റെ നടുവിലുള്ള ഭാഗം വേറൊരു ലോകത്തേക്കാണ് പോകുന്നത്. വേറൊരു ലോകത്തേക്ക് പോകുമ്പോൾ അവിടെ വേറൊരു ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്നു. ആ ബ്ലാക്ക് ഹോളിൻ്റെ നടുവിൽ വേറൊരു ലോകമുണ്ടാകുന്നു. ആ ലോകത്ത് വേറൊരു ബ്ലാക്ക് ഹോൾ. ഐൻസ്റ്റീനിൻ്റെ കാലത്ത് വലിയ ടെക്നോളജികൾ പുരോഗമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും വലിയ പുരോഗമനമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പുരോഗമനത്തിൻ്റെ വ്യത്യാസം കാരണമാണ് ഈ ശാസ്ത്രം തെളിയിക്കാൻ കഴിയാഞ്ഞത്. ഇനി തെളിയിക്കണമെങ്കിൽ കുറേ വർഷങ്ങൾ കഴിയും. ചിലപ്പം എങ്ങനെയാണെന്ന് പറയാൻ കഴിയുകയില്ല. കാരണം അതെല്ലാം അൺനോൺ പാർട്ടിക്കിൾ അഥവാ നടുവിലുള്ള ബ്ലാക്ക് ഹോളിൻ്റെ തിയറിക്കനുസരിച്ചിരിക്കും. അപ്പോൾ അതൊരു വേറെ ലോകത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ആദ്യം ഒരു ബ്ലാക്ക് ഹോളിലേക്ക് പോകുമ്പോൾ നടുവിൻ്റെ ബ്ലാക്ക് ഹോളിലേക്ക് വേറെ ലോകത്തേക്ക്
ഉള്ളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ബ്ലാക്ക് ഹോൾ, അതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് ഹോൾ, അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. അങ്ങനെ ഓരോരോ സ്ഥലത്തേക്ക് എത്തും എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്. സത്യത്തിൽ അൺനോൺ പാർട്ടിക്കിൾ എന്താണെന്ന് അറിയില്ലെങ്കിൽ ഇങ്ങനൊരു തിയറി കൊണ്ട് നമുക്ക് അറിയാം. പക്ഷെ അത് ശരിയാക്കണമെന്നില്ല. സത്യത്തിൽ അങ്ങനെ ഒരു തിയറിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്. വെളിച്ചത്തിന് പോലും ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് പോയാൽ ഒരിക്കലും തിരിച്ചു വരാൻ വേണ്ടി കഴിയില്ല. കാരണം അത്രയും വലിയ ഒരു ഗ്രാവിറ്റിയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള ഗ്രാവിറ്റിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭൂമിക്ക് 9.8 മീറ്റർ/സെക്കൻഡിൻ്റെ ഗ്രാവിറ്റിയാണ് ഉള്ളത്. പക്ഷേ ബ്ലാക്ക് ഹോളിൻ്റെ ഗ്രാവിറ്റി ഇൻഫിനിറ്റാണ്. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളക്കാൻ കഴിയാത്തതിൻ്റെതിനേക്കാളും കൂടുതലാണ്. അങ്ങനെയൊക്കെയുള്ള ആയതിനാൽ അതിനുള്ള യന്ത്രം ഒന്നും ഈ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. അങ്ങനെ കണ്ടുപിടിക്കാനുള്ള സാധ്യതകളും കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് അത് തെളിയിക്കാനും അത്ര എളുപ്പമല്ല എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാകുന്നത് സത്യത്തിൽ ഒരു വലിയൊരു സ്ഫോടനങ്ങളിൽ നിന്നാണ്. സ്ഫോടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്ഫോടനമല്ല, പ്ലാനറ്റുകൾ തമ്മിലുണ്ടാകുന്ന സ്ഫോടനമാണ്. ഗ്രഹങ്ങൾ തമ്മിലുള്ള സ്ഫോടനമാണ്. ഗ്രഹങ്ങൾ സ്ഫോടനത്തിലാകുന്നതിന് കുറേ കാരണങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ഗ്രഹം അതിൻ്റെ നടുവിലൊരു കോറുണ്ട്. കോറുകളും വേറൊരു പ്ലാനറ്റിൻ്റെ ഗ്രഹം കൂടി ഗ്രാവിറ്റേഷണലായിട്ടുള്ള അല്ലെങ്കിൽ അതിനൊരു കാന്തിക ഫലം ഉണ്ടായാൽ മാത്രമാണ് ഒരു പൊട്ടിത്തെറി ഉണ്ടാവുക. അത് രണ്ടും തമ്മിൽ കൊളൂഷൻ ഉണ്ടാകുമ്പോഴാണ് ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാകുന്നത്. ബ്ലാക്ക് ഹോളുകൾക്കുള്ളിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതായത് ആകർഷണ ബലം വളരെയധികം കൂടുതലാണ്. അത് ഇൻഫിനിറ്റിയാണ്, അളക്കാനല്ലാത്തതുമാണ്. ടൈം ട്രാവലിംഗ് പോലുള്ള കാര്യങ്ങൾ അതിൽ സംഭവിക്കാനും സാധ്യതയുമുണ്ട്. ബ്ലാക്ക് ഹോൾസുകളുടെ സാന്നിധ്യം ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി കഴിഞ്ഞു. 32 പ്രകാശവർഷം ദൂരെയാണ് ഒരു ബ്ലാക്ക് ഹോൾ കണ്ടെത്തിയതായി അവർ പറയുന്നത്. അങ്ങനെയാണ് ബ്ലാക്ക് ഹോളിൻ്റെ ഒരു തിയറി. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാവർക്കും നന്ദി, സ്വാഗതം.